ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സനാസ് വ്ളോഗ്സ്. അങ്ങനെ ഞാനും ഉമ്മച്ചിയും കൂടി കോതമംഗലം വരെ പോണതാണ്. ഉമ്മച്ചിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാനും ഉമ്മച്ചിയും കൂടിയാണ് പോണത്. കാര്യം ഉമ്മച്ചിക്ക് തന്നെ പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെയും വരാം. അങ്ങനെ പിന്നെ ഞങ്ങൾ കോതമംഗലത്ത് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി വെച്ച് കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട് ഷോപ്പിലേക്ക്. അങ്ങനെ ഷോപ്പിൽ ചെന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആഹാ നല്ല മഴ. ഇപ്പോൾ സെക്കൻഡിനാണ് ക്ലൈമറ്റൊക്കെ മാറണത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ദേ നല്ല വെയിലൊക്കെ ആയിരുന്നു. ദേ ഇപ്പോൾ നല്ല മഴ. അങ്ങനെ പിന്നെ മെറ്റീരിയൽസൊക്കെ എടുത്ത് ഞങ്ങളിനിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ മഴ മാറാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിൽക്കേണ്ട വന്നു, കാരണം മെറ്റീരിയൽസ് നനയരുതല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് സ്റ്റുഡിയോ കയറാനുള്ള മെയിൻ ലക്ഷ്യം കൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നല്ല പാടാണെന്ന് ഉമ്മച്ചി പറഞ്ഞു. കാര്യം എനിക്ക് എന്തോ മനസ്സോടെ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഞാൻ അത് കയറാൻ വേണ്ടി മാത്രമാണ് മെയിനായിട്ട് വന്നത്. അങ്ങനെ വീണ്ടും ദേ മഴ. ഞങ്ങൾ വീണ്ടും പോസ്റ്റായി. അങ്ങനെ കാര്യം ഞങ്ങളുടെ കയ്യിൽ റെയിൻകോട്ടൊക്കെ ഉണ്ടെങ്കിലും മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ അങ്ങനെ ഞങ്ങൾ ഒറ്റ നിപ്പങ്ങ് നിന്ന്. എനിക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. കുറേ അങ്ങനെ നിന്നിപ്പോൾ പിന്നെ മഴയൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോന്നു. പിന്നെ ബീഫ് വാങ്ങാൻ കയറി. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. കുറേ നാളായിട്ട് ഇവൾ വന്നിട്ട്. ഇവളെ ഞങ്ങളെ കിങ്ങിണിന്നാണ് വിളിക്കണത്. ഇവൾ ഞങ്ങളുടെ വീടായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. പക്ഷേ ഇവളിവിടെ ഇല്ല. കാരണം ഇവൾക്കൊരു സിസ്റ്ററുണ്ട്. അപ്പോൾ അതിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതുങ്ങൾക്ക് തന്നെ തീറ്റകൾ കിട്ടാൻ വേണ്ടി ഇവളിങ്ങനെ പേടിപ്പിച്ച് വിട്ടേക്കുവാണ്. അപ്പോൾ ഇവളിങ്ങോട്ട് വരാറില്ല. പക്ഷെ പട്ടിണി ആകുമ്പോൾ ഇവളിങ്ങോട്ട് വരും. ഈ വീട് ഓർത്ത് വരും. ഇവൾക്കറിയാം ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. മതിയായ പൂവാണോ? എൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിത്തേക്ക് വേണ്ടിയുള്ള കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഞാനവിടെ നിന്ന് കുക്ക് ചെയ്യണം. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നും അതില്ല. ഇടയ്ക്കങ്ങ് എന്താ പറയുക, കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം അങ്ങ് കയറി വരും. പക്ഷേ എനിക്ക് ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളി അതൊന്നും അരിയണം, അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അത് കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാണെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ കറി ഉണ്ടാക്കണം, നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ബീഫൊന്നും ഞങ്ങൾ ബിരിയാണിക്കുള്ള ടൈപ്പൊന്നും അല്ലാണ്ട് കട്ട് ചെയ്ത് വാങ്ങിയത്. കാരണം ഇത് പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. നല്ല മഴ പുറത്ത്, അതേപോലെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട്. ഹോട്ടലിൽ നിന്ന് നമ്മൾ വേറെ എന്ത് കഴിച്ചാലും എനിക്ക് ബിരിയാണി വീട്ടിലുണ്ടാക്കണം ഉമ്മച്ചിയുടെ തന്നെയാണ് ഫേവറേറ്റ്. കാര്യം നമ്മൾ ഇതൊന്നും മുഖത്ത് നോക്കി പറയൂലെങ്കിലും സംഭവം ഞങ്ങൾ തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറഞ്ഞെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.